ലതാ സജി വേൾഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 5ാം ക്ലാസ്സിലെ മലയാള കേരള പാഠാവലിയിലെ കാട്ടിലെ മഴ എന്ന പാഠത്തിലൂടെയാണല്ലോ നാം കടന്നു പോകുന്നത്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. മഴ പെയ്തപ്പോൾ പ്രകൃതിക്കുണ്ടായ മാറ്റങ്ങൾ നമുക്ക് പകർന്നുകൊണ്ട് പി കുഞ്ഞിരാമൻ നായരുടെ ഒരു 4 വരി കവിത അവിടെ നൽകിയിട്ടുണ്ട്. ആ കവിത ഇങ്ങനെയാണ്: എണ്ണ കണ്ടു മാമലകൾ, പണക്കാരായി പറമ്പുകൾ, മരുന്ന് വെച്ചു മുറികൾ കെട്ടി വെട്ടേറ്റ കാടുകൾ. എന്താ അതിൻ്റെ അർത്ഥം? എണ്ണ കണ്ടു മാമലകൾ എന്ന് പറയുമ്പോൾ കുന്നിൻമുകളൊക്കെ ചൂട് വരൾച്ച കാരണം ഉണങ്ങി വരണ്ട് കൊമ്പുകൾ മരച്ചില്ലുകൾ മാത്രമായിട്ടൊക്കെ ഉണങ്ങിക്കരിഞ്ഞ് നിൽക്കുന്ന മരങ്ങളായി നിൽക്കുകയായിരുന്നു. അതുപോലെ പണക്കാരായി പറമ്പുകൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പറമ്പുകൾ പണക്കാരായി എന്ന് വെച്ചാൽ ആദ്യ മഴത്തുള്ളി വീണപ്പോൾ ഉണങ്ങി നിന്നിരുന്ന എല്ലാ സസ്യലതാദികളും കുരുത്തു തുടങ്ങി, അങ്ങനെ പച്ചപ്പ് പടർന്നു തുടങ്ങി. അതാണ് പണക്കാരായി പറമ്പുകൾ എന്നുദ്ദേശിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ മരുന്ന് വെച്ച് മുറികൾ കെട്ടി വെട്ടേറ്റ കാടുകൾ എന്ന് പറഞ്ഞാൽ മുറിച്ചു മാറ്റപ്പെട്ട മരങ്ങളൊക്കെ, അതിൻ്റെ ചുവട് മാത്രം നിന്ന മരങ്ങളൊക്കെ മഴ പെയ്തപ്പോൾ അതിൽ പൊട്ടിക്കിളിർത്ത് തളിർത്തു വരാൻ തുടങ്ങി എന്നാണ് കവി ഉദ്ദേശിച്ചത്. ഇതേപോലെ സമാന കവിതകൾ സ്കൂൾ ലൈബ്രറിയിൽ നിന്നും എടുത്ത് നിങ്ങൾ വായിച്ച് ആസ്വദിക്കുമല്ലോ. പുസ്തകത്തിലെ മറ്റൊരു പ്രവർത്തനമാണ് ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം, അതായത് ഒളിയിടം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റു വാക്കുകൾ എങ്ങനെ, അതുപോലെ തന്നെ വാചകങ്ങളിലാക്കി മാറ്റി കളിക്കുവാനുള്ള സ്ഥലം, കൃഷി ചെയ്യുവാനുള്ള സ്ഥലം, ഇങ്ങനെ ഒരുപാട് വാക്കുകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഈ പാഠഭാഗത്ത് തന്നെ അങ്ങനെയുള്ള വാക്കുകളുണ്ട്, അത് കണ്ടെത്താൻ ശ്രമിക്കുക. വേനലിന് ശേഷം കാട്ടിലെത്തിയ മഴയ്ക്ക് കാടുമായി വളരെയധികം സംസാരിക്കാനുണ്ടാവും. അവരെന്തായിരിക്കും സംസാരിച്ചത്? അവരുടെ സംഭാഷണം നിങ്ങൾ തയ്യാറാക്കി വെക്കുമല്ലോ. ആദ്യ മഴ പ്രകൃതിക്കും കാടിനും നമ്മുടെ എഴുത്തുകാരനും ഒക്കെ നൽകിയ അനുഭവങ്ങൾ ഈ പാഠത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കി കാണുമല്ലോ. അങ്ങനെയായാൽ ആദ്യ വേനൽ മഴയിൽ നിങ്ങളുടെ വീടിന് ചുറ്റും ഉണ്ടായ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി എന്ന് നിങ്ങൾ കണ്ടു. ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു വർണ്ണന തയ്യാറാക്കുമല്ലോ. എന്തൊക്കെയാണെന്നുള്ളത്, എങ്ങനെയാണ് നമ്മളത് തയ്യാറാക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ഈ ഒരു പാഠത്തിൽ കൂടെ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ തയ്യാറാക്കി. ഈ സോമനാഥിൻ്റെ കാട്ടിലെ മഴ എന്ന പാഠത്തിലൂടെ ആദ്യ മഴ പ്രകൃതിയിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കൂട്ടുകാർ മനസ്സിലാക്കി കാണുമല്ലോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. കമൻറ്റ് യൂണിറ്റിൻ്റെ അടുത്ത പാഠഭാഗവുമായി അടുത്ത വീഡിയോയിൽ ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.